ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കർത്താവ് ജനിച്ച സമയത്തുണ്ടായിരുന്ന നക്ഷത്രം യാക്കോബിൻ്റെ കിണറ്റിലേക്ക് വീണുപോയെന്നും ആ നക്ഷത്രം ഇപ്പോഴും അവിടെ തന്നെ ജ്വലിച്ച് കിടക്കുന്നുണ്ടെന്നും ഒക്കെ ഒരു വിശ്വാസമുണ്ട്. ആ കിണറ്റിനകത്ത് എന്ന് നോക്കിയാൽ അതിനെ കാണാനായിട്ട് പറ്റും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഉള്ള ശുദ്ധമായിരിക്കണം. നിർമ്മലമായ മനസ്സോടുകൂടെ ആ കിണറ്റിലേക്ക് നോക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു ദർശന സൗഭാഗ്യമാണ് ഈ കർത്താവിൻ്റെ തിരുപ്പിറവി അറിയിച്ച നക്ഷത്രത്തെ കാണാനുള്ള ഒരു ഭാഗ്യം. ആലോചിച്ച് നോക്കണം, ഒരു നക്ഷത്രത്തെ കാണാൻ പോലും നമുക്ക് ഹൃദയത്തിൻ്റെ വിശുദ്ധി ആവശ്യമുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചവനായ പരമപരിശുദ്ധിയുടെ നിറകുടമായ ആ കർത്താവിനെ കാണണമെങ്കിൽ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളത് വീണ്ടും വായിക്കുന്നുണ്ട്. ഹൃദയശുദ്ധിയില്ലാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധ്യമല്ല. ഹൃദയശുദ്ധിയില്ലാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധ്യമല്ല. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ നമ്മൾക്ക് അവിടുത്തെ കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവർ, നമ്മളിപ്പോഴും കർത്താവിനെ അറിഞ്ഞിട്ടില്ല എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നമ്മൾ അവിടുത്തെ കാണും. വചനം ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ്, നമ്മൾ അവിടെ നിന്നായിരിക്കുന്നത് പോലെ നമ്മൾ കർത്താവിനെ കാണും. പക്ഷെ അതിന് ഒരു കാരണം, ഒരു ഡിമാൻഡുണ്ട്. അവിടുത്തെ കാണാമെന്ന് പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധനാക്കണം. അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധനാക്കണം. പത്രോസ്ലീഹയുടെ ലേഖനത്തിലാണ് നമ്മൾ വായിക്കുന്നത്, നമ്മെ വിളിച്ചിരിക്കുന്നവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും.